ജോലിക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ജോലി ഇല്ലാത്തപ്പോ നമുക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ, ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓക്കെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആക്ടേഴ്സ് ഭയങ്കര ഷോക്കായിട്ടിരിക്കും, നീ ഒന്ന് പോയിട്ട് അവരുടെ സാധനം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊന്ന് അവരെ ഇതാക്കാൻ വേണ്ടി വയ്ക്കും. അപ്പോഴായിരിക്കും ഇരിക്കുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയണം മറ്റേ മച്ചാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഔട്ടായിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരുടെ അവിടുത്തെ കഥയുണ്ടാവും. സോ ബേസിക്കലി ഞാനിപ്പോ ഒരുമാതിരി മറ്റേ പോകുന്ന ഒരു അവസ്ഥാനത്ത് 3-4 സെറ്റുകൾ എന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മറ്റേ നാരദന്റെ പരിപാടി പോലെയാ. ഇവിടെ അവിടെ പോകും, അവിടുത്തെ ഇവിടെ വരും, ഇവിടെ അങ്ങോട്ട് പോകും, അവിടുന്ന് അപ്പുറത്തേക്ക് പോകും. ലൈക്ക് ഈ ഒരു കേസ് ഒന്നും ഇല്ല. ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി, പിന്നെ എന്റെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള അവസ്ഥ. സമാധാനം എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ ഇല്ലാത്തപ്പോഴാണ്. വ്യത്യസ്തനായ ഒരു മനുഷ്യനാണല്ലേ? വളരെ വ്യത്യസ്തനാണ്. എന്ത് ഇദ്ദേഹത്തെ ചൂസ് ചെയ്യാൻ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് അവൻ കമ്മട്ടിപ്പാടം ചെയ്യുന്ന സമയത്ത് ഞങ്ങള് രാജീവയുടെ പ്രൊഡക്ഷനിലായിരുന്നു കിസ്മത്ത് എന്നുള്ള സിനിമയുടെ വർക്ക് അവിടെ നടക്കുന്നതായിരുന്നു. അപ്പൊ അന്ന് മുതൽ എനിക്ക് പ്രവീണിനെ അറിയാം. ഞാൻ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ ജുംബാലഹരി എന്നുള്ളൊരു പടമായിരുന്നു. അത് ഈ ലോക്ക്ഡൌൺ കാരണം മടങ്ങിപ്പോയത്. അതിനകത്തും ജുംബാലഹരി എന്ന് പറഞ്ഞ ഒരു പടം അല്ല, ആ റൈറ്ററുടെ പേരിൽ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ബംഗാളി റൈറ്റർ. ആ സിനിമ നമ്മള് വഴിയിൽ വെച്ച് മുടങ്ങി. ഒരു ഗംഭീർ റൈറ്ററായിരുന്നു, ഒരു ഇൻഡോ കനേഡിയൻ റൈറ്ററാണ് അവർ. അപ്പൊ ആ സിനിമയിൽ പ്രവീൺ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സിനിമ ചാൾസ് ചെയ്യുന്ന സമയത്തും ഞാൻ പ്രവീണിനെ വിളിക്കും. അതും പ്രവീൺ ആ സമയത്ത് വേറെ എന്തോ എൻഗേജ്മെന്റ് ഒക്കെ ആയിട്ട് എനിക്ക് ഇത്രയും ദിവസം വരാൻ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവന് വന്നുകൊണ്ടാണ്. പിന്നെ ഈ സിനിമ വന്നപ്പോഴും ഞാൻ പതിവ് പോലെ പ്രവീണിനെ വിളിച്ചു. കാരണം പ്രവീൺ നല്ല ആർട്ടിസ്റ്റാണ്. പിന്നെ ഈ സിനിമയുടെ ക്യാരക്ടറിൽ ഇവർ ഇപ്പോൾ ബാസി നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾക്കും 2 സൈഡ് ഓഫ് ഡയറക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പറ്റിയ കാരണം നമുക്കത് കിട്ടുമെന്ന് ഉറപ്പുണ്ടാകുന്ന ആർട്ടിസ്റ്റുകളെയാണല്ലോ നമ്മൾ ഇത് ചൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി അവൻ അതിനകത്ത് ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാസിന് എപ്പോഴും ചുറ്റും ഒരുപാട് കൂട്ടുകാരുടെ നടുക്ക്, അല്ലെങ്കിൽ ഒരു കൂട്ടം കൂട്ടുകാരുടെ നടുക്കുള്ള ബാസിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ അടുത്ത ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ, പഴയ ആക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ പണ്ടത്തെ അത്ര സൗഹൃദമൊന്നുമില്ല സിനിമയുടെ ഇടയിൽ. കാരവാൻ വന്നതോടുകൂടി സൗഹൃദം മൊത്തത്തിൽ പോയി എന്നൊക്കെയാണ്. ആത്മാർത്ഥമായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടി വരുന്ന സുഹൃത്തുക്കൾ പണ്ടത്തെ പോലെ സിനിമയിലില്ല, 80s ഗാങ്ങിലെ പോലെ ഇല്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആത്മാർത്ഥതയുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ടോ ബാസിക്ക്? കോമഡി കളിയാതൊക്കെ പറഞ്ഞത് കാരവാൻ ഉണ്ടെന്നും പറഞ്ഞ് മനുഷ്യർ ചിത്തേ പോകും. അങ്ങനെയല്ല, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. അന്ന് നമുക്ക് അത്രയും വണ്ടികളുടെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയൊന്നും അങ്ങനെ എല്ലാവരും ഒരുമിച്ചായിരുന്നിരുന്നത്. ഇതിപ്പോ എല്ലാവരും വണ്ടിക്കകത്തായിരിക്കണം, ഒരു വണ്ടിക്കകത്തായിരിക്കും. ഇപ്പൊ ടോവിയുടെ വണ്ടിയാണെങ്കിൽ ടോവിയുടെ വണ്ടിക്കകത്തായിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പുറത്ത് ആണെങ്കിൽ സൗബിയുടെ വണ്ടിയിലായിരുന്നു നമ്മളെല്ലാവരും അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അമലേട്ടൻ്റെ കാരവാനിലാണ് നമ്മളെല്ലാവരും അമലേട്ടൻ്റെ കാരവാനിലായിരിക്കും. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഫ് ഐ ഹാവ് സംതിങ് ഗോയിങ് ഓൺ, നമ്മൾ ആരെ വിളിച്ചാലും ആരോട് സംസാരിച്ചാലും ഓൺ കോളാണ്. മറ്റേയൊക്കെ പഴയ പോലെയൊക്കെ തന്നെ ആൾക്കാർ സ്നേഹവും they all take care, we all take care of each other. ഒരു പരിപാടിയുണ്ട്. ഇവന് വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വി ഹാവ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതൊക്കെ റിയലാണ്. മറ്റേതൊക്കെ വെറുതെ പറയാനറിയാം. പെരിഫറി. പിന്നെ അത് മാറിപ്പോയി, പഴയ പോലെയല്ല. സാധാരണക്കാരെല്ലാവരും എല്ലാവരും. ബാസിയുടെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളൊക്കെ നിരന്തരം വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഭീഷ്മപർവത്തിന് ശേഷം. അതായത് ബാസിയുടെ ഒരു പെർഫോമർ സൈഡ് എടുക്കാൻ പറ്റാവുന്ന ഒരാൾ അമൽ നീരദാണ് എന്നുള്ള രീതിയിൽ. വീണ്ടും പുതിയ സിനിമയിൽ അങ്ങനെ ഒരു സേവിങ് ഗ്രേസ് ആണോ അദ്ദേഹം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ. അടിപൊളിയായിരുന്നു. എത്രമാത്രം സ്റ്റൈലിഷ് ആണ് ബാസി പുതിയ സിനിമയിൽ? ഉണ്ടാവും. ഞാൻ പടത്തിന് കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റിട്ടുണ്ട്. ഞാനത് വിചാരിച്ചത് എന്റെ പുതിയ ജ്വല്ലറി ഐറ്റംസ്. എത്രമാത്രം സംതൃപ്തി ഉണ്ട്? സൂപ്പർ ഹാപ്പി ബ്രോ. ഞാൻ ഇപ്പൊ ഡിസംബറിൽ വേറൊരു പടം ഷൂട്ട് ചെയ്തിട്ട് I was telling Amlan I can't wait to come and shoot our movie. And we had the best 95 days. ഇപ്പൊ കുട്ടികളുടെ ഫ്ലാഷ് ബാക്ക് എടുത്തോണ്ടിരിക്കും. എന്താ അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇത്ര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? Because it's like friends, no? All of us are, we all know each other, like, you know, അങ്ങനത്തെ ഒരു. പിന്നെ ഐ ഗസ് ലൈക്ക് എല്ലാവർക്കും അവരുടെ സ്ട്രെങ്സ് അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് അമലേട്ടന്റെ പരിപാടി നടത്തുക. സച്ച് എ ഗ്രേറ്റ് ഫിലിം മേക്കർ അല്ലേ. അപ്പോൾ
നമ്മൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവുക, അങ്ങനത്തെ കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സിലാവും. ഒരു സാധനം സെലക്ട് ചെയ്ത് ഇടുമ്പോൾ തന്നെ നമുക്ക് സെറ്റാവും. ഓക്കെ, കഥ, പരിപാടി, ആൾക്കാർ, കഥാപാത്രം, യു ലുക്ക് എ സർട്ടൻ വേ, സ്റ്റൈൽ സർട്ടൻ വേ, സോ യു ഓൾറെഡി ദാറ്റ്. അപ്പൊ അത് ഭയങ്കര രസം. കരിയറിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയ ലുക്ക് ആയിരിക്കും അത്? Bro, obviously we all look ഒരു രക്ഷയില്ല. അവളോട് makes you look really nice അല്ലേ. നന്നായിട്ടുണ്ട്, എല്ലാവരും അടിപൊളി, എല്ലാവരും നല്ല രസമാണ്. എങ്ങനെ പോകുന്നു ആർട്ടിസ്റ്റ് സൈഡ്? സിംഗർ, ലിറിസിസ്റ്റ്, കമ്പോസർ, ആ സൈഡ് എങ്ങനെ പോകുന്നു? അതാണോ ആക്ടർ പെർസ്പെക്റ്റീവിലാണോ? ഏതിനാണോ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫിക്കേഷൻ? രണ്ടും ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടെന്നുള്ളൊരു സീനിലാണ് ഞാൻ. ഇപ്പൊ ഞാൻ കാരവാനിലാണെങ്കിലും അവിടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, ബീറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, സെറ്റിലപ്പ് ഫ്രം ഷൂട്ടിങ് ഓൾസോ ഐ മൈ ബി മേക്കിംഗ് മ്യൂസിക്. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷനിലാണ്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് മീ. അപ്പോൾ എൻ്റെ ജോലിയാണ് ആക്ടിങ് ആൻഡ് ഫിലിം മേക്കിംഗ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. പാട്ട് ഞാൻ പള്ളി മുതൽ ചെറുപ്പം പോലെ പാടി തുടങ്ങിയതുകൊണ്ടും ഐ വാസ് ഇൻ എ ബാൻഡ് ഇതിന് മുൻപ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം കിട്ടിയ എക്സ്പോഷർ, ഒരു റോക്ക് ബാൻഡും അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഐ ക്യാൻ ബിക്കോസ് ഓഫ് ദീസ് കിഡ്സ് ആൻഡ് ഓൾ ദാറ്റ്, എൻ്റെ ലേബലും എനിക്ക് സ്വന്തമായിട്ടൊരു ലേബലുണ്ട്. അപ്പോൾ ഇത്രയും പുതിയ ആർട്ടിസ്റ്റുകളും ഓൾ ദീസ് റാപ്പേഴ്സ് ആൻഡ് സിംഗേഴ്സ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് കളിയാണ്. കൂടെ നിന്ന് വെറുതെ ഫ്രീ സ്റ്റൈൽ ചെയ്യുമ്പോഴും എല്ലാവരും വെറുതെ പാട്ടുണ്ടാക്കണൊക്കെ തന്നെ ഇറ്റ്സ് വെരി, എനിക്ക് ഭയങ്കര ഈ പുതിയ ലേബലിൽ വരുന്ന പാട്ടുകൾക്കൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളോടും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോടൊക്കെ ഉള്ള എതിർപ്പും അല്ലെങ്കിൽ യോജിപ്പും ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന പോലത്തെ കുറെ റാപ്പ് പീസസ് ആണല്ലോ ഇപ്പൊ വരുന്നതൊക്കെ. ഇത് കംപ്ലീറ്റ്ലി ഓൺ തോട്ടാണോ, അത് ഒരു കളക്റ്റീവിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ, അത് ബാസിക്ക് സമൂഹത്തിൽ ചില കാര്യങ്ങളോട് എതിർപ്പുണ്ട് അപ്പൊ അത് പറയുന്നതാണോ, അതൊരു കളക്റ്റീവിന്റെ ഐഡിയയുടെ ഭാഗമായി വരുന്നതാണോ? രണ്ടും ഉണ്ടല്ലേ. ഇറ്റ്സ് എ കൾച്ചർ തിങ്. ഹിപ്പ് ഹോപ്പിന്റെ ആ ഒരു എന്താ പറയാ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കളക്റ്റീവ് കുറെ കോൺഷ്യസ് സാധനങ്ങളുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നതും അവരനുഭവിച്ചതും അവർ കണ്ടതും കേട്ടതും ഒക്കെയാണ്. ആർട്ടിസ്റ്റ് അവരുണ്ടാക്കാൻ നേരത്ത് ഇപ്പൊ ഞാൻ പറയാനാണെങ്കിൽ ഇപ്പൊ ഞാൻ പാട്ടുണ്ടാക്കിയിട്ട് നീ കേൾക്കുകയാണെങ്കിൽ നീയാണ് ആർട്ടിസ്റ്റ്, കേൾക്കണ ആർട്ടിസ്റ്റ്. കാരണം നീയാണിത് മനസ്സിലാക്കണത്. യു give it meaning. ഞാൻ എഴുതിയായിരിക്കില്ല ചിലപ്പോൾ അളിയന് ഉള്ളിൽ കത്തണം. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് വരണതാണ് എൻ്റെ ഒരു സ്കീം അളിയാവും. ഫുൾ ടൈം റാപ്പറായിട്ട് എപ്പോഴെങ്കിലും റോൾ ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഗള്ളി ബോയ്? ഫുൾ ടൈം റാപ്പറാണ്. No, I mean, I'd love to do something with music, definitely. ഒരു മ്യൂസിക് മൂവി ഫോർ ഷുവർ അളിയ എപ്പോഴെങ്കിലും. എസ്പെഷ്യലി വിത്ത് ഓൾ ദീസ് കിഡ്സ് ഹിയർ. എല്ലാവരും അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടാലന്റ് ആണ് എല്ലാവരുടെയും. അപ്പോൾ പിന്നെ പൊളിറ്റിക്കലി ഈ പറയുന്ന പോലെ ഒരു ആർട്ടിസ്റ്റ്, ഗോ ബാക്ക് ടു യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡും പേഴ്സണൽ മോട്ടിവേഷനും ഇതൊക്കെ റിലേറ്റീവ് ആണ്. ഓരോരുത്തരുടെ ഇത് ഒരു എന്താ പറയാ, അല്ലാണ്ട് ഇങ്ങനെയാണ് ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയാണെന്ന് പറയുന്നത് തിരുത്തലാണ് ഹിപ്പ് ഹോപ്പ് ശരിക്കും. വോയിസ് ഓഫ് ദ ഡൗൺ ട്രോഡൻ അങ്ങനെയാണല്ലോ പറയാ. It's not just down trodden also, bro. It's like very rich and happy. You know, എന്നുവെച്ചാൽ അത് കഷ്ടപ്പാട് മാത്രമല്ല എന്നുള്ളൊരു സാധനമാണല്ലേ മ്യൂസിക്. അതുകൊണ്ടാണ് പിള്ളേരെല്ലാരും പൊളിക്കുന്നത് ആക്ച്വലി. ഇവരെല്ലാരും they're all getting success because of that. സീൻ മാറി ഇപ്പൊ സിനിമാ പാട്ടുകളല്ല, എല്ലാവരും ഇപ്പൊ അലങ്കൃത ഒക്കെ അല്ല, എല്ലാവരും പ്ലേ ചെയ്യുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. സീൻ മാറി ആൻഡ് കറക്കം ആ വിധത്തിൽ എന്താ പറയാ, പുതിയ കാലം അല്ലെങ്കിൽ പുതിയ കാലത്ത് എപ്പോഴും മലയാള സിനിമ ഭയത്തിന് വേറെ വേറെ നറേഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്കം അങ്ങനെ എന്റർടൈനിങ് ആയ ഒരു സോണാണ് ഹിറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അത് ആളുകളിലേക്ക് എത്തട്ടെ, സിനിമ സംസാരിക്കപ്പെടട്ടെ ആൻഡ് വലിയ വിജയമാവട്ടെ. നല്ലവരുടെ നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം.